എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കുട്ടി പാചകമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. കുറച്ച് ചേന കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ പീസാക്കിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് വെള്ളച്ചേനയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേകുന്നതാണ്. അതിൻ്റെ കൂടെ നമുക്ക് തീയലാകുമ്പോൾ ചെറിയുള്ളിയാണ് കൂടുതൽ സ്വാദ് വരുന്നത്. അതുകൊണ്ട് കുറച്ച് ചെറിയുള്ളിയും കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3-4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം തണ്ട് കറിവേപ്പിലയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേന ഇത് കൂടുതലുണ്ട്, ഇത്രയും വേണ്ട. ഇതിൻ്റെ പകുതിയെ നമുക്ക് ആവശ്യമുള്ളൂ. ഇരുന്നാൽ ചീത്തയായി പോകുന്നത് കൊണ്ട് ഞാനത് കഴുകി അരിഞ്ഞ് വെച്ചത്. വേവിച്ച് കഴിഞ്ഞ് നമ്മൾ പകുതി തീയലിനകത്ത് ചേർക്കും. അപ്പോൾ ഇതിൻ്റെ അരപ്പിന് വേണ്ട സാധനം എന്താണെന്ന് നോക്കാം. കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്വല്പം കുരുമുളക്, ഒരു 10-12 കുരുമുളക്, ഒരു 1/4 സ്പൂൺ പെരിഞ്ജീരകം, ഒരു നുള്ള് ഉലുവ, 2-3 ചെറിയ ചുമന്നുള്ളി, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു 2-3 ഇതൾ കറിവേപ്പില. ഇത്രയും സാധനം നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്ത് മൂത്തൊക്കെ കഴിയുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും സാധനം കൂടെ ചേർത്ത് മൂപ്പിച്ചെടുത്ത് ചൂടാറുമ്പോൾ അരച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് വറുക്കാനുള്ള വഴിയൊക്കെ നോക്കാം. കൂടാതെ നമ്മുടെ ചേന ചട്ടിയിലിട്ട് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വേവിക്കാനും നോക്കാം. ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു ചീനച്ചട്ടിയിൽ ചേന അരിഞ്ഞത് ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ടില്ല, കുറച്ചൊന്ന് വേകാനാവുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചേന ഇവിടെ വേകുന്ന നേരം കൊണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്ക് തേങ്ങാക്കൂട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, കുരുമുളക്, പെരിഞ്ജീരകം, ഉലുവ, കറിവേപ്പില ഇത്രയും സാധനം ഇട്ട ഇതാണിത്. ഇത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. പെരിഞ്ജീരകവും ഉലുവയൊക്കെ ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. ഞാൻ ഇങ്ങനെയാണ് തീയൽ വയ്ക്കുന്നത്. നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. ചേനയുടെ അടപ്പൊന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. ഒന്നും ആയിട്ടില്ല, നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടേ ഉള്ളൂ. ഈ സമയം നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കും. ചേനയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെന്തോട്ടെ. വെന്തുടഞ്ഞു പോകണ്ട, ഒരുവിധം വേവ് ആകുമ്പോൾ നമ്മൾ എടുക്കണം. അല്ല തീയലാക്കുമ്പോഴത്തേക്ക് അത് മൊത്തം ഉടഞ്ഞു പോകും. ഇനി അടച്ചു കൊടുക്കാം. തേങ്ങ വറുക്കുന്നത് എന്തായാലും നോക്കാം. ഏകദേശമൊക്കെ ബ്രൗൺ നിറമായിട്ട് വരുന്നുണ്ട്. ഇത്ര ആയാൽ പോരാ, അത്യാവശ്യം നല്ല ബ്രൗൺ നിറമാകണം. ഇത് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം മഞ്ഞളും മല്ലിയും മുളകും ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരല്പം പെരിഞ്ജീരകം, ഒരു നുള്ളു ഉലുവയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് മൊരിയുമ്പോഴത്തേക്കും നല്ലൊരു മണമാണ് വരുന്നത്. പെരിഞ്ജീരകത്തിൻ്റെയൊക്കെ ചുവ ഇഷ്ടമല്ലാത്തവർ അത് ഒഴിവാക്കി അല്ലാതെ സാധാരണ പോലെ വയ്ക്കാം. ഞാൻ വെക്കുന്ന രീതി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഇഷ്ടപ്പെടും. ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ. തേങ്ങ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ ചൂടിൽ തന്നെ അത് മൂത്ത് കിട്ടും. ഇനി അതൊക്കെ ചേർത്ത് കൊടുക്കാം. വറുത്ത തേങ്ങയിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ചട്ടിയുടെ തേങ്ങയുടെയൊക്കെ ചൂടിൽ തന്നെ
അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി മൂത്ത് വരും. ഇതിൻ്റെ ചൂടാറിയിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ചേന ഇവിടെ അത്യാവശ്യം വേവൊക്കെ ആയി, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇതുപോലെ ചതയുന്ന, നന്നായിട്ട് വെന്ത പോലെ ചതഞ്ഞ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഇത് തീയൽ കറിക്കകത്ത് കിടന്ന് വെന്തോളും, ഇല്ലെങ്കിൽ പിന്നെ ആകെ ഉടഞ്ഞു പോവും. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് ചട്ടി ചൂടായപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് വറുക്കാം. വറുത്ത തേങ്ങ ഇതുപോലെ ഇവിടെ അരച്ചും വെച്ചിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായപ്പോൾ ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് വറ്റൽമുളകും ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക് അത്രയും ചേർത്ത് കൊടുക്കുക ആദ്യം. ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച ഉള്ളിയെല്ലാം ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പം നമുക്ക് ചേനയും കൂടെ ഇട്ട് ഒരുമിച്ചിത് വഴറ്റി വേവിക്കണം. ഒരു സ്വല്പം ഉപ്പ് ഉള്ളിക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ചേനയും ഒരല്പം ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് ചേന കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി അത്യാവശ്യം ഒന്ന് വാടിയപ്പോൾ ഞാൻ അതിലേക്ക് വേവിച്ച് വെച്ച ചേനയും ഇതിന് രണ്ടിനും ആവശ്യമായ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇനി നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒരുമിച്ച് കിടന്ന് വേവണം. ഇനി ചേന ഏകദേശം 1/4 വേവായിട്ടുണ്ട്. ഇനി ഒരല്പം കൂടെ വെന്താൽ മതി. നമുക്ക് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ചേനയും ചെറിയുള്ളിയും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്ക് ഒരടപ്പ് കൊണ്ട് അതൊക്കെ ഒന്ന് അടച്ചു കൊടുക്കാം. ആവി കൊണ്ടൊന്ന് വെന്തോട്ടെ. ചേനയും ചെറിയുള്ളിയൊക്കെ എന്തായെന്ന് നോക്കാം. ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം അടപ്പൊക്കെ മാറ്റി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അല്പം വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുകൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളമാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പിന് ആവശ്യമായ വെള്ളവും പുളിവെള്ളവും ഒക്കെ ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ തിളച്ച് കഴിയുമ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. വച്ചിരുന്നൊന്ന് തിളച്ചോട്ടെ. തീയലിൻ്റെ അടപ്പൊക്കെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ നോക്കണം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിരുന്ന് കുറുകും. ഇച്ചിരി നേരം കൂടെ ഒന്ന് തിളച്ചോട്ടെ. അങ്ങനെ എൻ്റെ ചേനത്തീയൽ ഇവിടെ നല്ല കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ചേന കഴിക്കാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ചേനയുടെ തണ്ട്, ഇല ഇതൊക്കെ തോരൻ വെച്ചും ചേന ഇതുപോലെ തീയൽ വെച്ചോ മെഴുക്കുവരട്ടി വെച്ചോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. ചേന ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇച്ചിരി കൂടെ ഒന്ന് കുറുകിക്കോട്ടെ. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഇത് കട്ടയാകും. എന്നാലും ഒരു സ്വല്പം കൂടെ ആയിട്ട് ഒരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം. അങ്ങനെ ആവി പറക്കുന്ന ചേനയും ചെറിയുള്ളിയും കൊണ്ടുള്ള തീയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പറാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേനയും ചെറിയുള്ളിയൊക്കെ തീയൽ വെച്ച് കഴിക്കുന്നത്, അല്ലെങ്കിൽ തോരനാക്കിയോ മെഴുക്കുവരട്ടിയാക്കിയോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ തീർച്ചയായും എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ ഈ ചേനത്തീയൽ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.